സി എ ജെനിയുടെ ഇൻട്രോ വീഡിയോക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. അപ്പൊ ഞാൻ രണ്ടാമത് ബാഗ് ഇടാന്ന് വെച്ചു. പ്ലസ് ടുവിന് ശേഷമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ CPT എന്നാണ് അന്ന് ഫൗണ്ടേഷന് പകരം അതിന് പറഞ്ഞിരുന്നത്. ലൈക്ക് അത് പറയുന്നതിന് മുന്നേ ഞാൻ എന്റെ സ്വഭാവം അല്ലെങ്കിൽ ലൈക്ക് എന്നെ കുറിച്ചിട്ട് പറയണം, എന്നാലാണ് നിങ്ങൾക്ക് ഒന്നുകൂടി റിലേറ്റബിൾ ആവാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്കിപ്പോ ഒരുപാട് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വരാറുണ്ട്. സാർ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡന്റ് ആണ്, ആവറേജ് സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ജോബ് വേണമെന്നുള്ള പൈസക്ക് വേണ്ടി മാത്രം CAക്ക് വരുന്നത്. ലൈക്ക് അവര് എന്നോട് ചോദിക്കാണ്, ശരിയാണോ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, എന്നെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത രണ്ടാൾക്കാരെ അങ്ങോട്ട് ചോദിക്കാണ്. ജസ്റ്റ് ഒരു ഹായ് ബായ് എന്നുള്ള ഒരു മെസ്സേജ് തുടക്കത്തിൽ എനിക്ക് അവർക്ക് സി എടുക്കുക നല്ലതാണോ ഞാൻ പറയുന്നുള്ള ഒരു ചോദ്യം എന്നോട് ചോദിക്കാണ്. അപ്പോൾ അവർക്ക് പല കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ ഞാൻ വലിയ സൂപ്പർമാൻ പോലെ ആയിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവും പ്ലസ് ടു കഴിഞ്ഞിട്ട് CPT വരുന്ന സമയത്ത്. അപ്പൊ അതൊക്കെ ഒന്നും അല്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ കുറിച്ചിട്ട് പറയണം. ഞാൻ ഭയങ്കരമായിട്ട് എന്നെ കുറിച്ചിട്ട് പറയണില്ല. കാരണം ലൈക്ക് ചില കാര്യങ്ങളുണ്ട് എന്നെ കുറിച്ചിട്ടുള്ള, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സിമ്പതിക്കുള്ള ഒരു സ്കോപ്പായി മാറും. എനിക്ക് അതിപ്പോ പറയണില്ല, അധികം വലിയ താല്പര്യമില്ല. ബട്ട് ഞാൻ ഈ ഒരു ജേർണിക്ക് റിലേറ്റബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞുള്ളത്. ഞാനത് പറയും. കാരണം ഞാന് അത് സിമ്പതി കിട്ടേണ്ട സാധനമല്ല. ബട്ട് എന്നാലും ഞാൻ എന്റെ കുറവുകൾ ഞാൻ മാറ്റിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ ഇന്ന് നിങ്ങൾ എന്നെ അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ കുറവ് വീക്ക്നെസ്സിനെ ഞാൻ എന്റെ കോൺഫിഡൻസ് ആക്കി മാറ്റിയിട്ടുള്ള ഒരു ജേർണി കൊണ്ടാണ്. അപ്പൊ സംഭവം വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവർ ഉണ്ട് കമ്പാരിറ്റീവ് നോക്കുമ്പോ. ഇപ്പൊ ബാക്കിയുള്ള മിസ്റ്റർ ബീസ് ഒക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല. ബട്ട് എന്നാലും എന്റെ യെസ്റ്റർഡേത്തെ എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ഫോളോവർ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ ഒരു 10,000 ഫോളോവർ കടന്നു കഴിഞ്ഞാല് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച മൊത്തം കാര്യങ്ങളും പറയും. എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇനി സിമ്പിൾ തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ എന്റെ ഒരു ത്രഷോൾഡ് ലിമിറ്റ് ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. എന്റെ ടാലന്റിന്റെ ഒരു ത്രഷോൾഡ് ലിമിറ്റ് ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. ആ 10,000 മുന്നേ ഞാൻ ഈ എന്നെ കുറിച്ചുള്ള ആ വീക്ക്നെസ്സുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ സിമ്പതി കിട്ടും. ആ സിമ്പതിയുടെ പേരിൽ വ്യൂസ് അല്ലെങ്കിൽ ലേക്ക് കിട്ടുന്ന എനിക്ക് കിട്ടും താല്പര്യമില്ല. എനിക്ക് എന്തൊരു സാധനം കിട്ടുമ്പോഴും അത് എന്റെ അഭിമാനത്തിൽ അല്ലെങ്കിൽ എന്റെ കഴിവിൽ എന്റെ അതെനിക്ക് ഏത് പാതിരാത്രിയിലും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു സംഭവത്തിൽ കിട്ടണമെന്നുണ്ട്. എനിക്കിപ്പോ ഒരു സിമ്പതിയിൽ കിട്ടാൻ പറയുമ്പോൾ എനിക്ക് അത് അത്ര വലിയൊരു കഴിവിൽ കിട്ടാന്ന് എന്റെ ആസ്പെക്റ്റില് ഇല്ലാത്ത. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ സിമ്പതി കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്കണവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് എന്റെ കഴിവ് കൊണ്ട്, എനിക്ക് ഒരുത്തന്റെ ഔദാര്യം ഇല്ലാത്ത എന്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോൾ സിമ്പതിയിലേക്ക് വക വെച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം പറയണില്ല. അത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ 10,000 ഫോളോവർ കഴിഞ്ഞാൽ ഞാൻ തന്നെ യൂട്യൂബിൽ വീഡിയോ ഇടും. ഞാൻ അപ്പൊ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കറിയാം എന്നെ പോലെ ഞാൻ മാത്രല്ല, എന്നെ പോലെ കഴിവില്ലാത്ത കുറെ മൊണ്ണകൾ ഇഷ്ടമാതിരി ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് ഈ ലോകത്ത് ഇന്ത്യ 1ാം സ്ഥാനത്തല്ലേ പോപ്പുലേഷൻ. അപ്പൊ അതിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്നെ പോലെ ആൾക്കാർ. പക്ഷെ എന്നെ പോലുള്ള മൈൻഡ് സെറ്റ് തുടക്കത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പത്തെ എന്നെ വെച്ച് കമ്പയർ ചെയ്യും. എന്റെ അന്ന് കഴിവില്ലാത്ത പോലത്തുള്ള ആൾക്കാർ എന്നെ പോലെ ആവാൻ പറ്റുമോന്ന്. ശരിക്കും പറഞ്ഞാൽ അവരെ പോലെ ഒരു മൊണ്ണയായിട്ട് തന്നെയായിരുന്നു ഞാനും പ്ലസ് ടു സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 10,000 ഫോളോവർ കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാവുക. ഇൻസ്റ്റാഗ്രാമത്തെ ഫോളോവർ ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇതിപ്പോ തന്നെ കുറച്ച് സമയമായി. അപ്പൊ ഞാൻ റിലേറ്റബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്ലസ് ടുവിനുള്ള സ്വഭാവത്തിന് പറഞ്ഞുള്ളതാണ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പ്ലസ് ടുവിന് സമയത്ത് സത്യം പറഞ്ഞാൽ CAക്ക് വരാനുള്ള എന്റെ മെയിൻ മോട്ടിവേഷൻ പറഞ്ഞാൽ നാട് വിടുക, പുറത്ത് എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവുക. അത് അന്ന് ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും അധികം ഇല്ല. പുറത്ത് ഭയങ്കര ഫ്രീഡം ആണ്, ലിബറലൈസേഷൻ ആണ് എന്നുള്ളൊരു മീനിങ്ങിലൊന്നല്ല. എനിക്ക് നാട്ടിൽ പ്രത്യേകിച്ച് കണക്ഷൻസ് ഇല്ല. എനിക്കൊരു ആരും ഇല്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ടാ. ഇപ്പൊ നമുക്ക് ചിലവരൊക്കെ നാട്ടിൽ നിൽക്കാനുള്ള പല കാരണങ്ങൾ പറഞ്ഞത് അവർക്ക് ഒരു കൂട്ടുകാരുണ്ടാവും, ഒരു ഗ്യാങ് ഉണ്ടാവും, ഒരു വലിയൊരു സർക്കിൾ ഉണ്ടാവും, അവർക്ക് കുറെ എൻജോയ്മെന്റ് ഉണ്ടാവും, മെമ്മറീസ് ഉണ്ടാവും. എനിക്ക് ആ ഒരു തേങ്ങ ഉണ്ടായിട്ടില്ല. ഞാനൊരു അതിൽ കുറെ കാര്യങ്ങളുണ്ട്, ഞാനിപ്പോ അധികം പറയണില്ല. അപ്പോ CA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് CA പഠിച്ച് പാസ്സായ ഒരാള് പുറത്തേക്ക് ജോബിന് പോകാൻ പറ്റും, എന്തായാലും സെറ്റിൽ ആവാൻ പറ്റും എന്നൊരു മെന്റാലിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു സ്കോപ്പിൽ മാത്രമാണ് പ്ലസ് ടുവിന് ശേഷം ഞാൻ CAക്ക് പോവാന്ന് വെച്ചത്. CAക്ക് പോവാന്നല്ല, ഞാൻ പ്ലസ് ടുവിൽ കൊമേഴ്സ് മാത്സ് എടുത്തത് ഒരിക്കലും CAക്ക് ഭാവിയിൽ പോകണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലല്ല. ഞാൻ പറഞ്ഞല്ലോ CA എന്താണെന്ന് ആൾക്കാർക്ക് അറിയുന്നില്ല എന്താ സംഭവം എന്ന്. അപ്പൊ ഞാനായാലും CA എന്ന് കേട്ടത് ACCAയിൽ നിന്ന് കട്ട് ചെയ്ത് അവസാനമാണ് CAക്ക് കേട്ടത്. നാട്ടുകാരേക്ക് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടല്ലോ. അപ്പോ CA പക്ഷെ എന്തോ സംഭവം അറിയാം. പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒപ്പിന് ലക്ഷങ്ങൾ, അത് ഇന്നത്തെ കാലത്ത് തന്നെ ഒപ്പിന് ലക്ഷങ്ങൾ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ അന്നത്തെ കാലത്തിന് എന്താ പറയാ, ഇന്നത്തെ കാലത്ത് ഇത്ര നെറ്റ്വർക്കും അല്ലെങ്കിൽ ഇന്റർനെറ്റും എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്ന കാലത്ത് തന്നെ ആൾക്കാർ ഒപ്പിന് ലക്ഷങ്ങൾ ഭയങ്കര കാര്യമായിട്ട് വിചാരിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്ത സമയത്ത് ഒപ്പിന് ലക്ഷങ്ങൾ പറഞ്ഞാൽ എന്തായാലും ഭയങ്കരമായിട്ട് വിചാരിക്കും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, CA പാസ്സായി കഴിഞ്ഞാൽ അപ്പൊ ഒരു ഒപ്പിട്ട 1 ലക്ഷം,
ഉരുപ്പിട്ട 1 ലക്ഷം. അപ്പൊ ഇത് നമ്മുടെ ഒപ്പ് മേടിക്കാനൊക്കെ ആരെങ്കിലും ഇരിക്കണ്ടായിരിക്കൂലേ അവിടെ? ഇത് കണ്ട് വിശ്വസിക്കാണ്ട് ആർക്കും ചോദിക്കത്തൊന്നുമില്ല, നമ്മളോട് സ്വയം വിശ്വസിക്കാതെ പിന്നെ കണ്ട് ചേരും. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസുകളൊന്നും ഇല്ലല്ലോ. ഒന്നെങ്കിൽ സി എക്ക് ഇനി ഒപ്പിട്ട് ലക്ഷങ്ങൾ കിട്ടില്ല എന്നാണെങ്കിൽ എനിക്ക് വേറെ പോകാൻ ഒരു ഓപ്ഷൻ ഇല്ല. എനിക്ക് ഒരു തേങ്ങ അറിയില്ല. +2 കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു നല്ലപോലെ സംസാരിക്കുക അല്ലെ, ഒരു കഴിവ്, എന്തെങ്കിലും ഒരു കഴിവ് വേണ്ട ഒരാൾക്ക്. എനിക്കൊരു കഴിവുമില്ല. പിന്നെ അന്ന് പറഞ്ഞാൽ എനിക്ക് സോഷ്യൽ മീഡിയ എന്തെങ്കിലും ആവണം അങ്ങനെ ഒരു മെന്റാലിറ്റിയും ഇല്ല. അന്ന് വെച്ച് കഴിഞ്ഞാല് നാട് വിടുക, അല്ലെങ്കിൽ പുറത്തെവിടെയും സെറ്റിൽ ആവുക, ഒരു ഇംഗ്ലീഷുകാരനൊക്കെ കേട്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ പ്രായത്തിന്റെ ഒരു കഴിപ്പ് അല്ലെ, കഴിപ്പതല്ല ആഗ്രഹം. വെറുതെ എന്നെ തന്നെ ട്രോൾ ചെയ്തതാ, അല്ലെങ്കിൽ ഒരിക്കലും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് ഇഷ്ടം ആൾക്കാരെ കേട്ടാ അതൊന്നും നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു ലിമിറ്റ് ഇല്ല. നമുക്ക് നമ്മളെ കുന്നോളം ആഗ്രഹിച്ചാലാണ് കുന്നിക്കുരുവോളം കിട്ടുള്ളൂ. ഓക്കെ, അതെന്തൊരു കേസ് ആവട്ടെ. അപ്പൊ +2 കഴിഞ്ഞ നാടുള്ള ഒരു മെന്റാലിറ്റി മാത്രമാണ് എന്നെ സി എയിലോട്ട് എത്തിക്കാൻ പ്രേരിപ്പിച്ചത്. പേസ് ഉണ്ടാക്കാൻ പറ്റും, ആ ഒരു മെന്റാലിറ്റി മാത്രമാണ്. +2 എനിക്ക് സത്യം പറഞ്ഞാല് പെർസെന്റേജ് എത്ര ഉണ്ടായിരുന്നു എനിക്ക്, ലൈക്ക് 92, 90. സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരുന്നു, സോറി സ്റ്റേറ്റ് ഗവൺമെന്റ്, ലൈക്ക് ഗവൺമെന്റ് സ്കൂളായിരുന്നു. അപ്പോ ലൈക്ക് ഞാൻ 10 വരെ CBSE ആണ് പഠിച്ചത്. അതിന്റെ ഇപ്പാന്റെ നിർബന്ധം കൊണ്ടാണ് പഠിച്ചത്. ലൈക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ചെറുപ്പില്ല, നമുക്ക് എന്ത് നിർബന്ധം, നമ്മൾ എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ ചെന്നിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ലൈക്ക് അത് ലൈക്ക് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ CBSE 10 വരെ പഠിച്ചുകൊണ്ട് എനിക്ക് +1 +2 ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയത്. കാരണം CBSE ഒബ്വിയസ്ലി കുറച്ചുകൂടി ടഫാണ് ഗവൺമെന്റ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ എക്സാമിന് കുറച്ച് മുന്നൊക്കെയാണ് പഠിച്ചതെങ്കിൽ പോലും എനിക്ക് ലൈക്ക് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എനിക്ക് എന്ത് തന്നാലും എടുത്ത് തിന്നും വെച്ചാല്, ബുക്ക് തന്നാൽ ബുക്ക് എടുത്ത് തിന്നും എന്നുള്ള പോലെ കുറെ വട്ടം രാവിലെ ഇരുന്ന് പഠിക്കും. പുറത്ത് കളിക്കാൻ പോവില്ല, അല്ലെങ്കിൽ ലൈക്ക് ആരായിട്ടും അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന്റെ വലിയൊരു സർക്കിൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വലിയ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാം കറങ്ങാൻ പോവാനാ, അല്ലെങ്കിൽ ഇടക്കിടക്ക് ചായ കുടിക്കാൻ പോവാനാ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിക്കാൻ വേണ്ട, എന്നാലും നമുക്ക് ചെന്നിട്ട് ചായ കുടിക്കാൻ, എന്നാലേ ഡിസ്ട്രാക്ഷൻ ആവത്തുള്ളൂ, എന്നാലേ നമ്മൾ പഠിക്കാതിരിക്കത്തുള്ളൂ. ഇതൊന്നുമില്ല. ലൈക്ക് എനിക്ക് എന്റേതായ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ ഇപ്പൊ പറയണില്ല. ലൈക്ക് അത് പറഞ്ഞു കഴിഞ്ഞാ ലൈക്ക് എനിക്ക് ഇത്തിരി കൂടി വാല്യൂ ആവണം, എന്നാലാണ് ഞാനത് പറയുന്നതിലൊക്കെ ഒരു റെലവൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ലൈക്ക് ഞാൻ പറയാം, അത് ഞാൻ എന്തായാലും പറയും, അത് ഞാൻ ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. ബട്ട് ലൈക്ക് നമ്മള് ഡയലോഗ് അടി കൊണ്ട് മാത്രം, കുറച്ചൊക്കെ ആക്ഷൻ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ട് ഡയലോഗ് അടിക്കുമ്പോഴാണ് അതിനൊരു ഒരു അർത്ഥവത്താവുള്ളൂ. അപ്പൊ അതിലേക്ക് എനിക്ക് എന്റേതായ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാന് ലൈക്ക് അങ്ങനെ അധികം വലിയ ഡിസ്ട്രാക്ഷൻസ് ആവാനുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ലൈക്ക് എനിക്ക് കിട്ടുന്ന പഠിക്കും, അല്ലെങ്കിൽ ലൈക്ക് പഠിക്കാറ് മെന്റാലിറ്റി. പിന്നെ ലൈക്ക് ഗെയിം എന്തെങ്കിലുമൊക്കെ കളിക്കും. അന്നാണെങ്കിൽ ഫോണിൽ തന്നെ മറ്റേ റെസ്ലിംഗ് ഗെയിം അല്ലെങ്കിൽ മറ്റേ ക്രിക്കറ്റ് ഗെയിം അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയ ബട്ടൺ ഫോണിലത്തെ. ഇപ്പൊ അന്നൊന്നും ടച്ച് ഫോണൊന്നും ലൈക്ക് ഇല്ല, കണ്ടിട്ടില്ല. ലൈക്ക് +2 കഴിയാനാകുമ്പോ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ലൈക്ക് ഞാൻ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്കൊരു എക്സ്ട്രാ കരിക്കുലർ ടാലന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ സ്റ്റുഡന്റേ അല്ല. പക്ഷെ ലൈക്ക് എന്നാൽ കിട്ടണം എന്താ വെച്ചാൽ ഇന്നിങ്ങനെ രാവിലെ ഇരുന്ന് പഠിക്കും. അതിന് എല്ലാവരും പറയും രാവിലെ ഇരുന്ന് പഠിക്കും, രാവിലെ ഇരുന്ന് പഠിക്കും. ചിലാല് ഞാൻ എന്താ ഒരു പുസ്തകപ്പുഴു എന്നുള്ളൊരു മെന്റാലിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ നമ്മളാണെങ്കിൽ വലിയ ലുക്കല്ല, അല്ലെങ്കിൽ വലിയ സംസാരിക്കാൻ ഇതില്ല. അപ്പൊ നമ്മള് ക്ലാസ്സിൽ മെയിൻ അല്ല, ക്ലാസ്സിലൊന്നുമല്ല. അപ്പൊ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമ്മളെ സ്പോർട്സിനായിക്കോട്ടെ അല്ലെങ്കിൽ ഫെസ്റ്റിവലിനായിക്കോട്ടെ നീ ഉണ്ടോന്ന് പോലും ഒരാൾ ചോദിക്കത്തില്ല. ടീച്ചർ ആയിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ നീ ഉണ്ടോ. കാരണം ലൈക്ക് നമുക്ക് ഒരാളുടെ അടുത്ത് ചോദിക്കാൻ ഒരു സ്കോപ്പ് ഉണ്ടാവുന്നത് അപ്പോഴാണ് അയാൾ എന്തെങ്കിലും മുന്നെന്തെങ്കിലും ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിലല്ലേ. ഞാൻ ഒന്നും പ്രത്യേകിച്ച് ചെയ്ത് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാനും വിളിച്ചിട്ടില്ല. ഞാനാച്ച എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് പഠിപ്പിന് മാത്രമാണ് ഭയങ്കര കഴിവല്ലെങ്കിൽ പോലും കുറെ ഇരുന്ന് രാവിലെ പഠിക്കണോണ്ട് പിന്നെങ്കിലും ഒരു ഇത്തിരി ഉള്ളത്. അപ്പൊ ലൈക്ക് അങ്ങനെ 92 മാർക്ക് കിട്ടി. 92 മാർക്ക് കിട്ടി. ലൈക്ക് പിന്നെ ഇതുപോലെ CAക്ക് ചേർന്നു. CAക്ക് അന്ന് പറഞ്ഞാൽ CPT ആണ്, ഫൗണ്ടേഷനിൽ. അപ്പൊ മാർച്ചിൽ എക്സാം കഴിഞ്ഞ് പിന്നെ ഏപ്രിൽ മെയ്യും ലീവ് ആണല്ലോ, സോറി വെക്കേഷൻ. അപ്പൊ ഏപ്രിൽ മെയ് ആയിട്ട് ജൂണിൽ എക്സാം ഉണ്ട്. അപ്പൊ ജൂണിലെ എക്സാം CPTയുടെ ജൂണിലായിരുന്നു എക്സാം. അപ്പൊ അന്ന് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഞാൻ 2 മാസം ക്രാഷ് കോഴ്സിന് പോയി ഈ CPTയുടെ. ലൈക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് കുറെ സാധനങ്ങൾ കുറച്ച് സമയത്ത് പഠിക്കാൻ. ഒരു ഫസ്റ്റ് സ്റ്റേജ് അതായിരുന്നു CPTയിൽ. കാരണം നമ്മൾ സാധാരണ റെഗുലർ ക്ലാസ് ആണ് പോവാറ് ആൾക്കാർ. ബട്ട് എന്തോ എന്റെ ഉപ്പാന്റെ ഫാമിലിയിൽ അത്ര വലിയ സെറ്റപ്പ് അല്ല. അപ്പൊ റെഗുലർ ക്ലാസ്സിന് പോകുമ്പോൾ കുറച്ച് സമയം എടുക്കും, പൈസയും കുറച്ച് പോകും, ഹോസ്റ്റൽ ഫീസ് ഒക്കെ കൂടും. ഞാനാണ് തൃശ്ശൂരായിരുന്നു CSING പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു CPT പഠിച്ചത് 2 മാസത്തിന്റെ. അപ്പോ ലൈക്ക് പോയി വരലായിരുന്നു. തൃശ്ശൂർ എനിക്ക് അത്യാവശ്യം ലോങ് ഉണ്ട്. വണ്ടി ബസ്സിൽ പോവുകയാണെങ്കിൽ 1.5 മണിക്കൂർ പിടിക്കും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ലൈക്ക് ഒരു 2 മണിക്കൂർ എടുക്കും, 1 സൈഡ് തന്നെ. അപ്പൊ ഒരു 4 മണിക്കൂർ ഡെയിലി ലൈക്ക് പോവും. എന്നിട്ട് ഈ ലൈക്ക് എന്റെ ഒരു ഓർമ്മയിൽ 2 മാസം ക്ലാസ് ഉണ്ടെങ്കിലും 2 മാസം കഴിഞ്ഞിട്ട് എക്സാം ആണ്. അപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് ലൈക്ക് എന്തോ ഒരു 10-15 5 ദിവസം എന്തോ ലീവ് ഉണ്ടായുള്ളൂ.
കാരണം ക്രാഷ് ആണല്ലോ. അപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടും വേണം പഠിക്കാൻ. അപ്പൊ ഞാൻ ലൈക്ക് എനിക്കായാലും ഇപ്പൊ സി എക്ക് ചേരുമ്പോ തന്നെ കുറെ ക്രിട്ടിസൈസ് എന്റെ ഉമ്മാന്റെ വഴിയിലേക്ക് എന്നോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും എന്റെ വീട്ടുകാർക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് ലൈക്ക് ഞാൻ സി എക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ കുറെ പേര് ചോദിച്ചു ഇത്ര +2 ഫുൾ A+ കിട്ടിയ ഏതോ ആൾക്കാർ എന്നെ സി എക്ക് ചേർന്ന് കിട്ടിയില്ല, പിന്നെ എന്റെ മോൻക്ക് കിട്ടോ, ലൈക്ക് എന്തിനാ വെറുതെ സമയം കളയണം രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്റെ മൈൻഡിലുണ്ട്. പക്ഷെ എന്നാലും ലൈക്ക് നമ്മൾ പാസ്സാവണതിന് മുന്നേ നമുക്കൊന്നും 100% ഉറപ്പായിട്ട് പാസ്സാവും എന്നുള്ളൊരു സംഭവം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ മറ്റേ വിജയൊന്നല്ല അപ്പൊ സിനിമയില് ബ്ലൂ പ്രിന്റ് എടുത്തിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ ചെയ്തിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട്. ബട്ട് എന്നാലും അതൊക്കെ എന്റെ മൈൻഡിൽ ഒരു ഇൻസൾട്ട് പോലെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് തോക്കാൻ പറ്റില്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ. കാരണം നമുക്കൊരു എനിക്ക് അതിന് മുന്നേ തന്നെ ഈ 10ാം ക്ലാസ് +2 കഴിഞ്ഞതിലേക്ക് എനിക്ക് ഒരുപാട് ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് ലൈക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ അധികം പറയണില്ല, ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പതിയുടെ ഒരു സ്കോപ്പ് ആവും. അത് എനിക്ക് വേണ്ട. സിമ്പതിയുടെ സ്കോപ്പ് എനിക്കിപ്പോ വേണ്ട. ഞാൻ ലൈക്ക് എന്റെ ത്രഷോൾഡ് എനിക്കൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഒരു ലെവൽ ഞാൻ അച്ചീവ് ചെയ്തത്. അത് ഞാൻ 10,000 ഞാൻ വെച്ചിട്ടുള്ളത്, 10,000 ഫോളോവർ. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് സിമ്പതി ചെയ്യാൻ കുഴപ്പമില്ല. കാരണം ലൈക്ക് ഞാൻ എന്റെ ഓൾറെഡി കഴിവ് തെളിയിച്ചിട്ടുണ്ട്. എനിക്ക് ഇനിയും വേണമെങ്കിൽ സിമ്പതി ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് വളരാം എന്നുള്ളൊരു മെന്റാലിറ്റി എനിക്ക് വരും. അപ്പൊ ലൈക്ക് എന്നെ ഇപ്പൊ 10 മുന്നേ ലൈക്ക് കുറെ പേര് എന്നെ പൊട്ടൻ വിളിച്ചിട്ടുണ്ട്. പൊട്ടെന്ന് വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ശരിക്കും ഒരു പൊട്ടൻ പോലെ തന്നെയായിരുന്നു. കാരണം ലൈക്ക് എന്റെ വീട്ടിലെല്ലാരും വിളിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മാന്റെ വീട്ടിലുള്ളവരായാലും ലൈക്ക് എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടില്ലേ ഈ പഠിപ്പ് എന്നല്ലാതെ പറയുന്ന ആൾക്കാർക്ക് ഒരു കഴിവില്ല കേട്ടാ. ഈ എന്റെ ഉമ്മാന്റെ വീട്ടുകാർ ലൈക്ക് പലരും ചോദിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് പഠിപ്പില്ല കഴിവില്ല, എന്നാലും ഇങ്ങനെ ചോദിക്കും നിനക്ക് പഠിക്കില്ലാതെ വേറെ കഴിവൊന്നും ഇല്ലേത്. അന്ന് നമ്മൾ ചെറുതല്ല, അന്ന് നമുക്ക് മറുപടി പറയാനൊന്നും അറിയത്തില്ല. ഇപ്പൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള അവസരം കിട്ടണ വെച്ചിട്ടാണ്, പക്ഷെ കിട്ടണില്ല, ആരും ചോദിക്കണില്ല ഇപ്പൊ. പക്ഷെ അന്ന് നമ്മൾ പൊട്ടെന്ന് വിളിക്കണമെങ്കിലും നമുക്ക് വിഷമാണെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ പൊട്ടൻ തന്നെയായിരുന്നു. കാരണം ഒരാളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2-3 വട്ടം കേൾക്കണം അത് മനസ്സിലാവണമെങ്കിൽ. അല്ലെങ്കിൽ അപ്പൊ പിന്നെ നമുക്ക് പൊട്ടന്നൊരു ഇമ്പ്രഷൻ വന്നു കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിലും തലയിലൊന്നും കയറില്ല. ലൈക്ക് ആ ഒരു മെന്റാലിറ്റിയാണ്. പിന്നെ ആൾക്കാർക്ക് ഇങ്ങനെ ഒന്ന് ഊക്കാന് അല്ലെങ്കിൽ കളിയാക്കാന് അതൊക്കെയല്ലോ ലൈക്ക് ഒരു മെന്റാലിറ്റി ഉണ്ടാവും. അപ്പൊ ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10+2 വരെ എല്ലാവരുടെയും ഒരു ചെണ്ട പോലെയായിരുന്നു. ചില എല്ലാവർക്കും ഇട്ട് കൊട്ടി പോകാനുള്ള ഒരു ലൈക്ക് സെറ്റപ്പ് ആയിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ തിരിച്ചു പറയത്തൂല. കാരണം ലൈക്ക് അതിനുള്ള ഒരു കഴിവില്ല. വാക്ക് സാമർത്ഥ്യം അല്ലെങ്കിൽ നാക്കിന്റെ അതിലേക്ക് ഒരു എന്താണ് മുന്നിൽ ചെന്ന് മേടിച്ചെടുക്കാനോ സാമർത്ഥ്യം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അത് അതിലേക്ക് ഒരു സംഭവമില്ല. അപ്പൊ അപ്പൊ ഇതൊക്കെ ലൈക്ക് എന്റെ മൈൻഡിലുണ്ട്. എനിക്ക് ലൈക്ക് നാട് വിട്ട് പോകണം, അല്ലെങ്കിൽ ലൈക്ക് പെട്ടെന്ന് പാസ്സാവണം, പേസ് ഉണ്ടാക്കണം. ഇതൊക്കെ ഈ ഇൻസൾട്ടുകളൊക്കെ അതിനൊക്കെ ഒരു ലൈക്ക് എന്തൊരു തീക്കാനൽ പോലെ കാരണമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ലൈക്ക് ഞാൻ നല്ല എഫേർട്ട് ഇട്ടു. 2 മാസം പഠിപ്പുണ്ടെങ്കിലും ലൈക്ക് 1 മാസം എത്ര ദിവസം കഴിഞ്ഞിട്ട് ലീവായി, 10 ദിവസം ലീവ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ നല്ലോണം പഠിച്ച്, അല്ലാത്ത ദിവസം ഡെയിലി പോയി വരുന്ന ദിവസമായാലും നല്ലോണം പഠിച്ച് ലൈക്ക് രാവിലെ പോയ രാത്രിയാവും എത്താൻ. കാരണം ബസ് അത്ര എപ്പോഴും ഇല്ല. പിന്നെ ഉള്ളതാണെങ്കിലും നല്ല ടൈം എടുത്തിട്ടാണ് എത്തത്തുള്ളൂ. ചില ദിവസങ്ങളിൽ ഞാൻ ബസ്സിൽ തന്നെ ഇരുന്ന് പഠിക്കും, എക്സാമിന് പോണ സമയത്തൊക്കെ ആണെങ്കിലും. പിന്നെ അന്നൊക്കെ പറഞ്ഞാൽ ഹോസ്റ്റലിൽ നിൽക്കല് ലൈക്ക് എന്തോ ഒരു തൃശ്ശൂര് പറഞ്ഞാല് ലൈക്ക് എന്തോ ബാംഗ്ലൂർ പോയി വരുന്ന പോലെയാണ് അന്ന്. കാരണം +2 ഒക്കെ ഇമ്മാന്റെ വീടിന്റെ അടുത്ത് സ്കൂള്, 10ആണെങ്കിലും ലൈക്ക് സ്കൂൾ ബസ്സിൽ പോണ്. പിന്നെ ഇത്തിരി ദൂരക്ക് ബസ്സിൽ ഒറ്റക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാർക്കായാലും പേടി. പിന്നെ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നാണെങ്കിൽ അങ്ങനെ വലിയ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല. പിന്നെ ലൈക്ക് എനിക്കായാലും ടെൻഷൻ ഉണ്ട്. കുറെ പേര് ഇത് പാസ്സാവാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനമാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. ഡെയിലി പോയി വരുന്നത് നല്ല ടയേർഡ് ആവും. ലൈക്ക് പഠിക്കാനാണെങ്കിൽ കുന്നോളുണ്ട്. ലൈക്ക് അന്ന് MCQ ആയിരുന്നു. ബട്ട് എന്നാലും നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്ത് നമ്മൾ ഒരു എൻവയറമെന്റ് മാറിയ സമയമാണ്. കാരണം കുറെ സാധനങ്ങൾ കുറച്ച് സമയത്തിൽ പഠിക്കേണ്ട ഒരു സിനാരിയാണ്. അപ്പൊ ആകെ മൊത്തം ടെൻഷൻ തന്നെയായിരുന്നു. ലൈക്ക് പക്ഷെ എന്താ ലൈക്ക് ആ ഒരു ടെൻഷനാണ് ലൈക്ക് നമ്മൾ പേടിക്കും. നമ്മൾ ഒരു കോട്ട് ഉണ്ട്, ഇഫ് യു ആർ അഫ്രൈഡ് ഓഫ് യുവർ ഡ്രീം ദർ ഈസ് ഹൈ ചാൻസ് ടു ഹാപ്പൻ ദാറ്റ് എന്ന്. നമ്മൾ ടെൻഷൻ അടിക്കാതെ ഇങ്ങനെ കൂടെ നടക്കുകയാണെങ്കിൽ മിക്കവാറും ഡ്രീം നടക്കാനുള്ള സാധ്യത കുറയും. കാരണം നമ്മൾ അധികമുള്ള എഫേർട്ട് എടുത്തില്ല. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ അയ്യോ ഇത് ഇത്ര പോരാതെ ഞാൻ കൂടുതൽ എഫേർട്ട് ഉണ്ട് വരും എന്നുള്ള മെന്റാലിറ്റി കൂടുതൽ പണിയെടുക്കുക. അപ്പോഴാണ് നമ്മൾ ഡ്രീമിലോട്ട് കൂടുതൽ എത്തത്തുള്ളൂ, ലൈക്ക് നമ്മുടെ ഒബ്ജക്റ്റീവിലോട്ട് കൂടുതൽ എത്തത്തുള്ളൂ. അങ്ങനെ ലൈക്ക് നല്ല എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു. ലൈക്ക് അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ക്ലിയർ ആവാൻ പറ്റിയത്. അന്ന് 200 എന്തോ മാർക്ക് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ലൈക്ക് 113 അങ്ങനെ എന്തോ മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഭയങ്കര പാസ് ഒന്നും അല്ല. ലൈക്ക് 100 പാസ്സാൻ വേണ്ടിച്ചാല് 10-15 മാർക്ക് എന്തോ കൂടുതലുണ്ടായിരുന്നല്ലോ. പാസ്സായി. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും ഹാപ്പി ആയിരുന്നു. കാരണം എഫേർട്ട് ഇട്ടൊന്നും വെറുതെ ഇല്ല. കുറെ ദിവസം ലൈക്ക് അങ്ങോട്ട് തൃശ്ശൂർ പോയി വന്നത്, ബസ്സിൽ പോയി വന്നുള്ള മടുപ്പും ഫ്രസ്ട്രേഷനും ലൈക്ക് നമ്മുടെ ഇൻസൾട്ട് ഒക്കെ ഉപയോഗിച്ചിട്ട് പാസ്സാവട്ടെ എഫേർട്ടും ഒന്നും വേസ്റ്റ് ആയില്ല. വീട്ടുകാർക്കായാലും സന്തോഷം. ഉമ്മക്ക് എല്ലാരും വിളിച്ച് പറയണേ എന്റെ മോൻ പാസ്സായിട്ടാ കേൾക്കുമ്പോ എനിക്കും സന്തോഷം. ലൈക്ക് കുറച്ച് എന്താ വെച്ചാൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് അല്ല. ബട്ട് എന്നാൽ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് എഫേർട്ട് ഇടുമ്പോൾ നമുക്കുള്ള ഒരു പ്രശ്നം തോന്നത്തില്ല, ഒരു പ്രഷർ വരത്തില്ലേ. ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോ ലൈക്ക്
അങ്ങനെയാണ് ലൈക്ക് ഫൗണ്ടേഷന്റെ ഒരു ലൈക്ക് സോറി CPT-യുടെ അന്ന് CPT ആണ് ഇന്ന് ഫൗണ്ടേഷൻ. ലൈക്ക് അങ്ങനെ CPT കഴിഞ്ഞ് അപ്പൊ CA സിഞ്ചിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഇത് പലരും ചോദിക്കാണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ ഇല്ല. ഞാൻ ആ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് CPT കഴിഞ്ഞതിന് ശേഷം ഒരു ഇന്റർ എന്തോ 2 ബാച്ചിനായിരുന്നു. പിന്നെ അതിലേക്ക് അത് പൂട്ടിപ്പോയി. തൃശ്ശൂര് മറ്റേ ശക്തൻ സ്റ്റാൻഡിൽ ഒരു ശക്തന്റെ അടുത്ത് തന്നെ ലൈക്ക് ശക്തന്റെ ബസ് സ്റ്റാൻഡിൽ അടുത്ത് തന്നെ ലൈക്ക് മറ്റേ SBIയുടെ ബാങ്ക് വലിയൊരു ബിൽഡിംഗ് ഉണ്ട് നടുവിൽ. ആ ശക്തിന്റെ അടുത്തുള്ള റൗണ്ടിന്റെ അടുത്തായിട്ട് അതിന്റെ ഏറ്റവും ടോപ്പിലാണ് CA സിഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ചൂടായിരുന്നു. എന്നാൽ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ AC ബിൽഡിംഗ് ഒന്നല്ല, ഇപ്പൊ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ സെറ്റപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നല്ല. ലൈക്ക് ഒരു തട്ടിക്കൂട്ടല്ല, ക്ലാസ് ഒക്കെ നല്ലതായിരുന്നു കേട്ടാ. ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഭയങ്കര ചൂടായിരുന്നു, കാരണം AC ഒന്നുമില്ല. ഏറ്റവും മേലെ തന്നെ. അതുകൊണ്ട് തിയറി പേപ്പറിൽ എന്താ പറയാ ഉറക്കത്തിന്റെ പ്രശ്നമില്ല. ഉച്ചക്കാശൊക്കെ മറ്റൊരു കുളി തന്നെ കഴിയും. പക്ഷെ ആ കുളിയിൽ നാറിയിട്ടിരിക്കില്ല എന്നുള്ളത്. കാരണം വയർത്തിട്ട് അമ്മാതിരി, ഞാനാണെങ്കിൽ ഇത്തിരി ചൂടുണ്ടെങ്കിൽ നന്നായിട്ട് വയർക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വയർത്തിട്ട് അതുകൊണ്ട് ഉറക്കത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല. പിന്നെ എനിക്ക് വേറെ സംഭവം ഉണ്ട്. ഇപ്പൊ +2 കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ സ്കൂളിൽ തന്നെ ഇങ്ങനെ CAയുടെ ലൈക്ക് കരിയർ ഗൈഡൻസ് പറഞ്ഞിട്ട് ലൈക്ക് ഇങ്ങനെ കുറെ ആൾക്കാർ വന്നത്. എന്നിട്ട് അതിലൊരു ശ്രീകുമാർ ഏതൊരു പറഞ്ഞ ഒരാള് ഇതുപോലെ CAക്ക് പഠിപ്പിക്കാനാ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ ഫസ്റ്റ് CA സിഞ്ചി തരുന്നതിന് അയാൾ പറഞ്ഞു വെച്ചാൽ +2ന്റെ ഒപ്പം തന്നെ പഠിക്കാം എന്നുള്ള മെന്റാലിറ്റിയില് എന്താണ് പട്ടാമ്പിയില് ഏതൊരു ബിൽഡിംഗ് വാടക എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുപേര് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട്. പക്ഷെ അയാൾ പറ്റിച്ച് 2000 രൂപ എന്തോ ഫീസ് മേടിച്ച് ഏതോ 2 ആൾക്കാരെ വന്ന് ക്ലാസ് എടുത്ത്. പിന്നെ ക്ലാസ് എന്താണെന്ന് ഒരു പറച്ചിലും ഇല്ല, ഒരു വിവരം ഉണ്ടായില്ല. ഞങ്ങളുടെ പൈസ പോയി. ലൈക്ക് ഒരു 10-15 പേരുണ്ടായിരുന്ന പൈസ മൊത്തം പോയി. 2000 രൂപ എന്തോ സംതിങ്. ലൈക്ക് അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. അപ്പൊ എന്താണ് കുറച്ച് കാലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അല്ലേ അവര് ചെറിയ ഫീസിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറയും. എന്നിട്ട് ഒരു ഇത്തിരി മേടിച്ചാൽ ചിലപ്പോൾ അവർ ബാക്കി മുങ്ങും. ലൈക്ക് ഇയാൾ മുങ്ങിയതാണ്. പിന്നെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ വലിയ പിടിപാടാ സംഭവങ്ങളൊന്നും ഇല്ല. ലൈക്ക് അതെന്താ പോയി, ലൈക്ക് പൈസ പോയി. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ലൈക്ക് പാസ്റ്റിൽ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നടത്തിയിട്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾ പല അഡ്വർടൈസ്മെന്റ് എന്തൊക്കെ കണ്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അല്ല, അല്ലാതെ ഇന്നലെ പൊട്ടിമുളച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും അല്ലല്ലോ എന്നൊക്കെ ശ്രദ്ധിക്കുക പഠിക്കുന്ന സമയത്ത്, ചേരുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇതാണ് CPT വരെയുള്ള സംഭവം. ലൈക്ക് ഒരു 5 മിനിറ്റ് കഴിയും വിചാരിക്കുന്നത്. അപ്പൊ ലൈക്ക് ഈ CPT ശേഷം ഇന്റർ വരെ ഉള്ളത് ലൈക്ക് അടുത്തേക്ക് പഠിക്കുക. അതാണ് എന്നെ ഇപ്പൊ ഞാൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റാർട്ടിങ് ഒരു തിരി കൊളുത്തി തന്നത് ലൈക്ക് ഇന്ററിന്റെ ഒരു സമയമാണ്. ഒരു 7-8 മാസം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അതാണ് ലൈക്ക് എന്നെ കുറെ അധികം കാലത്തേക്കുള്ള ഒരു പെർഫോമൻസിനെ തിരി കൊളുത്തി വിട്ടത്. ലൈക്ക് അപ്പൊ അതിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ലൈക്ക് ലാഗ് ആവുണ്ടെങ്കിൽ പറയണം കേട്ടാ. ലൈക്ക് ചിലർക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടി വരും, ചിലർക്ക് ഡീറ്റെയിൽ അല്ലാതെ വേണ്ടി വരും. അപ്പൊ നിങ്ങൾ പറയണം ലാഗ് ആവുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ട് കുറക്കാം, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ബൈ.